ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലോക പരിസ്ഥിതി ദിന ക്യൂസ് 2026 പാർട്ട് 8 ആണ്. ഫൈനൽ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ പരിസ്ഥിതി ദിനം അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ കിടക്കാം. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രൊഫസർ ജോൺ സി ജേക്കബ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേധാ പട്കർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ്? ഉത്തരം മൈന. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മരം മുറിക്കുന്നതിനെതിരെ സമരത്തിൻ്റെ ഭാഗമായി കാലിഫോർണിയയിലെ ഒരു റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ താമസിച്ച വനിത ആരാണ്? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹേയ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ടൽ ചെടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലി സംരക്ഷണത്തിനായുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം രാജീവ് ഗാന്ധി. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം 1985 സെപ്റ്റംബർ 7-ന്. ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് ആരാണ്? ഉത്തരം യൂജിൻ പി ഓഡം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം പക്ഷി സങ്കേതം. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വാഗായി മത്തായി. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യം കൂടി കഴിഞ്ഞാൽ ഇനി ടൈമർ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. ഒറ്റവെക്കൽ വിപ്ലവം ആരുടെ കൃതിയാണ്? ഉത്തരം മസനോബു ഫുക്കുവാക്ക. ഇനി നമുക്ക്
16-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം യുണൈറ്റഡ് നാഷണൽസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം. ഇനി നമുക്ക് 17-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഇനി നമുക്ക് 18-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇനി നമുക്ക് 19-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഓസോൺ പാളി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വം നൽകിയ പ്രശസ്തമായ പരിസ്ഥിതി സമരം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി സമരം. സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം അവിടെ ഏത് ജീവിയുടെ അസാന്നിധ്യമാണ്? ഉത്തരം ചീവീടുകൾ. അപ്പോൾ ഫ്രണ്ട്സ്, പരിസ്ഥിതി ദിനക്യൂസ് പാർട്ട് 8 ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15ൻ്റെ മുകളിലേക്ക് കുറേ ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇതുപോലുള്ള മറ്റ് ക്വിസുകളും അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. Thank you for watching.